ഹിന്ദുക്കളെ അറിയാനും ഏറ്റവും ആദ്യം അറിയേണ്ടത് ഹിന്ദുക്കളുടെ പൂർണ്ണതയത്രേ. ഇതര സകല മതവേദങ്ങളെക്കാൾ അത്യുജ്വലങ്ങളാണ് ഹൈന്ദവ വേദോപനിഷത്തുകളെന്ന് തക്ക പഠനങ്ങളാൽ സ്ഥിരീകരിച്ചത് അഹിന്ദുക്കളായ പാശ്ചാത്യ ഗവേഷകരത്രേ, ഹിന്ദു വർഗീയവാദികളല്ല. അനുപമോജ്വലങ്ങളായ ഹൈന്ദവ വേദോപനിഷത്തുകളിലെ രത്നമായ ദശോപനിഷത്തുകളിൽ ആദ്യത്തേത് ഈശാവാസ്യോപനിഷത്തുമത്രേ. ഈശാവാസ്യോപനിഷത്തിന്റെ ശാന്തി മന്ത്രത്താൽ ഹിന്ദുക്കളുടെ പൂർണ്ണത തിരിച്ചറിയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണതാ ശാന്തി മന്ത്രത്തിന് സർവജ്ഞപീഠമേറിയ ശങ്കരാചാര്യരുടെ അടക്കം കണക്കറ്റ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണതാ ശാന്തി മന്ത്രത്തിന് ഗുരുബാബയുടെ കൃതകൃത്യവും പൂർണ്ണവും അനുപമവുമായ വ്യാഖ്യാനം കേട്ടാലും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം എന്നാൽ 999 + 999 = 999 എന്നും, പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്നാൽ 999 - 999 = 999 എന്നും, പൂർണ്ണസ്യ പൂർണ്ണമാദായ എന്നാൽ 999 × 999 = 999 എന്നും, പൂർണ്ണമേവാവശിഷ്യതേ എന്നാൽ 999 ÷ 999 = 999 എന്നും. ഓം ശാന്തി 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 എന്നാൽ ഹാ ദൈവമേ, അന്നും ഇന്നും എന്നും നിനക്ക് സ്തുതി എന്നുമത്രേ. യാതൊന്നിനോട് യാതൊന്ന് കൂട്ടിച്ചേർത്താലും മാറ്റം നേരിടാത്ത അതൊന്നേതാണോ? യാതൊന്നിൽ നിന്നും യാതൊന്ന് കിഴിച്ചെടുത്താലും മാറ്റം നേരിടാത്ത അതൊന്നേതാണോ? യാതൊന്നിനെ യാതൊന്നിനാൽ ഗുണിച്ചാലും മാറ്റം നേരിടാത്ത അതൊന്നേതാണോ? യാതൊന്നിനെ യാതൊന്നിനാൽ ഹരിച്ചാലും മാറ്റം നേരിടാത്ത അതൊന്നേതാണോ? ലോകസത്യമായ ആ ഒരേയൊരു മോക്ഷ സാക്ഷി അരൂപിയാകയാൽ കൺകളാൽ കാണാനാകാകയാലും, അവാച്യനാകയാൽ ചെവികളാൽ കേൾക്കാനാകാകയാലും, അന്തര്യാമിയാകയാൽ പ്രത്യക്ഷത്തിൽ അറിയാനാകാകയാലും, മോക്ഷനിദാനങ്ങളായ ധർമാർത്ഥ കാമങ്ങൾക്ക് ഹേതുവായ ത്രിഗുണങ്ങളുടെ കാലഗതിയാൽ യാതൊന്നതൊക്കെയും ചരിച്ചിടുന്ന ഇപ്രപഞ്ചത്തിലെ സത്തിൽ കരുണയാൽ ഉറച്ച ആ ഒരേയൊരു പരമകൃപയ്ക്ക് സ്തുതി. അന്നും സ്തുതി, ഇന്നും സ്തുതി, എന്നും സ്തുതി. അതായത് നിശ്ചിത സ്ഥാപകനും മൂലഗ്രന്ഥവും ഇല്ലാത്തതിനാൽ മനുഷ്യരെ ദൂരദർശിനിയിലൂടെ വീക്ഷിച്ച് തീർക്കപ്പെട്ട മതസ്ഥരല്ല ഹിന്ദുക്കളെന്നും, സുദീർഘകാലം മനുഷ്യരെ സൂക്ഷ്മദർശിനിയിലൂടെ വീക്ഷിച്ച് തീർക്കപ്പെട്ട വിശ്വസംസ്കാരക്കാരാണ് ഹിന്ദുക്കളെന്നും ഇവിടെ തെളിയുന്നു. എന്നാൽ ഈ വലിയ അനുപമ സത്യം തിരിച്ചറിയാനാവാത്തത് ഹിന്ദുക്കൾക്ക് തന്നെയത്രേ. എന്റെ ഭക്തർക്ക് നാശമില്ല എന്ന വിഷ്ണുവചനമത്രേ പൂർണ്ണതാ മന്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഹിന്ദുക്കൾക്ക് നാശമില്ലെന്ന് പ്രഥമ ശാന്തി മന്ത്രം ഘോഷിക്കെ ഹിന്ദുക്കൾ നശിക്കുന്നെങ്കിൽ അത് അജ്ഞത മൂലമത്രേ, ഹൈന്ദവ ദർശന മഹത്വം ഉൾക്കൊള്ളാത്തതിനാലും അത്രേ. പരമനിരീശ്വരവാദിയായ അച്ഛൻ പേരാത്തു കുഞ്ചു വീട്ടിൽ ക്ഷേത്രദർശനം കർശനമായി വിലക്കി ജന്മനാ നിരീശ്വരവാദിയായി വളർത്തി 13 വയസ്സ് മുതൽ ദൈവമില്ലെന്ന് തെളിയിച്ചിരുന്ന യുക്തിവാദ പ്രചാരകനായിരിക്കെ യുക്തിവാദം ഉപേക്ഷിക്കാതെ തന്നെ 25 വയസ്സിൽ ആത്മീയമാർഗീയുമായ ഗുരുബാബ ആദ്യമായി വായിച്ച ഭക്തിമാർഗ കൃതി ഈശാവാസ്യോപനിഷത്തും ആദ്യമായി വ്യാഖ്യാനിച്ചത് പൂർണ്ണതാ ശാന്തി മന്ത്രവും അത്രേ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ സകല വഴികളും അടഞ്ഞ വിധം പ്രതീക്ഷയറ്റ തീരാ പരാജിതർക്ക് പോലും നഷ്ടസ്വർഗം വീണ്ടെടുക്കാൻ കാശേതും ചെലവില്ലാത്ത സുലളിത പരിഹാര മാർഗം ഭൂമിയിലെ പ്രഥമ വേദമായ ഋഗ്വേദത്തിലുണ്ട്. ഇതിനാൽ ഇഷ്ടസ്വർഗം നേടാൻ എത്രയോ എളുപ്പം. ഈ വിജയരഹസ്യം ഇതേ ഹിന്ദുയിസം യൂട്യൂബ് ചാനലിലെ 113-ാം എപ്പിസോഡിലുണ്ട്. ഇതിനാൽ ഹിന്ദുക്കൾ അറിയാനും ഹിന്ദുക്കളെ അറിയാനും ജാതി മതഭേദമന്യേ മാത്രമല്ല ഭക്ത നിരീശ്വര ഭേദമന്യേയും ഏവരും ഹിന്ദുയിസം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഉറ്റവർക്ക് ഷെയർ ചെയ്തും ആവോളം സൽഗതിക്കായി ഉദ്യമിച്ചാലും. നന്ദി, നമസ്കാരം. കൂടുതൽ അറിയാൻ 9495510111